അങ്ങനെയാണെങ്കിൽ ഫ്ലോറൻസിക് വന്ന് പിറ്റേ ദിവസം അന്വേഷിക്കണ്ടേ അവിടെ? ഇത് സംഭവം നടന്ന് 4-ാം ദിവസമല്ലേ ഈ കേസ് വരുന്നത്? ഞങ്ങളുടെ പേരിൽ അന്ന് രാത്രി 8:30 എഫ്ഐആർ ഇട്ടല്ലോ. എന്തുകൊണ്ട് ഇതന്നിട്ടില്ല? അത് മാത്രമല്ല, ഇവിടെ MP അടിച്ചത് പോലീസാണെന്നും അത് പോലീസ് എടുക്കണമെന്ന് SP പറയും. അതിനെപ്പറ്റി അന്വേഷണമില്ല, ഒരു നടപടിയില്ല. MP നേരെ ഉണ്ടായ അതിക്രമത്തിൽ പ്രിവിലേജ് കമ്മിറ്റിയുടെ മുമ്പിൽ പരാതി നടക്കുക, പോലീസ് പ്രതിക്കൂട്ടിലായിരിക്കുക, SP സ്റ്റേറ്റ്മെന്റിലൂടെ CPM മോഹം നഷ്ടപ്പെട്ടിരിക്കുക. അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനാണ് ഈ അകാരണമായ അറസ്റ്റ്. എങ്ങനെയാണ്? അതാ ഞാൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ ആ ഏരിയ മാർക്ക് ചെയ്ത് പ്രത്യേക സെൻസിറ്റീവ് ഏരിയ വെക്കണ്ടേ? ആ പ്രത്യേക സെൻസിറ്റീവ് ഏരിയ വന്ന് അവിടെ നിന്നല്ലേ പരിശോധിക്കാൻ പറ്റൂ. എത്ര ആയിരങ്ങൾ പിന്നെ അതുവഴി കടന്നുപോയി. പിന്നെ എന്ത് കിട്ടിയെന്നാ പറയണത്? മാത്രമല്ല, നിങ്ങൾ FIR നോക്കൂ. ആ FIRൽ അൺനോൺ എന്നാണ് പ്രത്യേക സ്ഥലത്ത്. ആ അൺനോൺ എങ്ങനെ അത് ഏറ്റവും രസം, അതിൽ 1-2 കുട്ടികൾ ആ ദിവസത്തോടെ ഇല്ലാത്തവരാ. അറസ്റ്റ് ചെയ്യപ്പെട്ട 1-2 കുട്ടികൾ ഈ 10-ാം തീയതിത്തെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാത്തവരും കൂടിയാണ്. രണ്ട് ടീമുണ്ട്. അവരുടെ പേരിൽ നടപടിയില്ല. അന്ന് തന്നെ ഞങ്ങളെ പ്രകടനം തടയുകയും അവർക്ക് എസ്കോർട്ട് എടുക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡ് വരെ പോയി വളച്ചാൽ മതി. അന്നേരം DYSP എൻ്റെ അടുത്താണ് പറഞ്ഞത്, അതാ ആയുധമായി നിൽക്കുന്നുണ്ട് CPM-കാർ, അക്രമം ഉണ്ടാവും, കലാപുണ്ടാവും, 50 ആളേ ഉള്ളൂ, ഇവിടെ 1500 ആളുണ്ട്, അന്ന് അവർ നീക്കം ചെയ്താൽ മതി. എന്നാൽ അന്ന് അക്രമവും ആയുധവുമായി വന്ന പേരിൽ പെറ്റി കേസ് പോലും ഇല്ല. ഇതെന്ത് നീതിയാ? ഇതെന്താ വഴിതെക്കപ്പെട്ടതാണോ? അത് ഞാൻ പറയട്ടെ, അത് അന്ന് തന്നെ പോലീസ് കണ്ടിട്ട് കാര്യമാണ്. അല്ലേ, ആയിക്കോട്ടെ, ഞാൻ ഞങ്ങൾക്ക് ഷാഫി പറമ്പിലിന്റെ ദൃശ്യം ശരിയാണെന്ന് SP സമ്മതിച്ചു. ഇനി അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലനേഷൻ ഇല്ല. അത് SP സമ്മതിച്ച കാര്യമാണ്, അതിക്രമം നടത്തുന്നത്. പിന്നെ അതിനെ ഒന്നും പറയാനില്ല. ഇന്ന് FIR-ൽ പോലും പേര് വെക്കാതെ 7 കുട്ടികളെ പിടിച്ച് ഉള്ളിലാക്കി എന്ന് പറഞ്ഞാൽ എന്ത് നീതി അതിനകത്തത്? എന്ത് ന്യായമാണത്? അല്ല, ആ ചോദ്യം അവിടെ പോലീസ് എടുക്കട്ടെ. ആ ചോദ്യം കൈരളി ചാനലും നിങ്ങൾ തമ്മിൽ ചോദിച്ചോളൂ. അല്ലല്ല, കാര്യം ഞാൻ പറയാം. അറിയോ, ഇത് ഇപ്പൊ ഉണ്ടായത്, ഇപ്പൊ പ്രവീൺ കുമാറിനെ ഷാഫി പറമ്പിന്റെ പ്രതികളാണ്. ഞാൻ എടുക്കട്ടെ, ഇത് അൺനോൺ എന്ന് പറഞ്ഞ FIR ഇടുക. ഒരാളെ പേരായിട്ട് അൺനോൺ, നോട്ട് അൺനോൺ, സിംഗുലർ ഉള്ളൂ, പ്ലൂറൽ ഇല്ല. എന്നിട്ട് 7 പേര് അറസ്റ്റ് ചെയ്തിട്ട് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ഉള്ളിലാക്കുക. ഇത് എവിടത്തെ ന്യായ, എവിടുത്തെ നീതിയാ? നിങ്ങൾ പറ. നിങ്ങൾ നോക്കൂ, പോലീസ് ഇട്ട FIR-ന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഇതിൽ നോക്കൂ, 1-ൽ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല, പോലീസിന് വ്യക്തതയുണ്ട്. എങ്ങനെ വ്യക്തത? അങ്ങനെയാണെങ്കിൽ അന്ന് ആ ഏരിയ സെൻസിറ്റീവ് ഏരിയ വെച്ച് ഫ്ലോറൻസിക് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ എറിഞ്ഞവന്റെ ഹാൻഡ് എടുക്കണ്ടേ, കൈപ്പിടി എടുക്കണ്ടേ? പിന്നെ എങ്ങനെ തെളിയിക്കുന്നത് ഒരാൾക്കുണ്ടെങ്കിൽ? എപ്പോൾ ആയിരങ്ങൾ അതുവഴി കടന്നുപോയി. അല്ല, ഇത് ഞാൻ പറയാം. ഇതൊന്നുമല്ല. ഇത് 3 കാര്യങ്ങളാണ്. 1, പ്രിവിലേജ് കമ്മിറ്റിയുടെ അന്വേഷണം. 2, SP-യുടെ വെളിപ്പെടുത്തൽ. 3, CPM ഡിഫൻസറായത്. ഇതിന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമേ അറസ്റ്റ്, മറ്റൊന്നിലല്ല. ഞാൻ പിന്നെ അല്ലാണ്ട് എന്താ? ഇത് പോലീസ് കൃത്രിമം ഉണ്ടാക്കിയതാ, പോലീസ് നിർമ്മിച്ചതാണിത്. ഇത് പോലീസിന്റെ സൃഷ്ടിയാണിത്, ഒരു സംശയവും വേണ്ട. ഞാൻ പറയാം, 100% ഇതെല്ലാം പോലീസ് സൃഷ്ടിയാണ്. ഒരു കോൺഗ്രസ്സുകാരും UDF ഇറങ്ങിയിട്ടില്ല. ഒരു കൊടികെട്ടിയ വടി പോലും കയ്യിലുണ്ടായിട്ടില്ല. പിന്നല്ലേ സ്ഫോടക വസ്തു.